അപ്പം മോഡി പറയുന്ന എല്ലാ കാര്യം ചെയ്യാനാണോ ഗോവിന്ദൻ മാസ്റ്റർ പിണറായി വിജയൻ ഇവിടെ ഇരിക്കുന്നത്? മോഡി എന്ത് ചെയ്താലും അതിവിടെ നടപ്പാക്കുമോ? അത് പറയട്ടെ. അല്ലെങ്കിൽ അവർക്ക് ബുദ്ധി 15 വർഷം കഴിഞ്ഞിട്ടേ ഉദിക്കുകയുള്ളൂ. കമ്പ്യൂട്ടറിൻ്റെ കാര്യത്തിലും ട്രാക്ടറിൻ്റെ കാര്യത്തിലും എല്ലാം ഉദിച്ച ബുദ്ധി പോലെ തന്നെയാണ് ഇപ്പോൾ സ്വകാര്യ സർവകലാശാലകളുടെയും സ്വകാര്യ വിദ്യാഭ്യാസ രംഗത്തെ സ്വകാര്യ നിക്ഷേപത്തെ പറ്റി അവർക്ക് പറയാനുള്ളത്. ഇത് ആളുകളെ കളിപ്പിക്കുന്ന പരിപാടി അങ്ങ് അവസാനിപ്പിക്കണം. സത്യസന്ധമായി തുറന്ന് കാര്യങ്ങൾ പറയാൻ തയ്യാറാകണം. 15 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഇവിടെ സ്വകാര്യ സർവകലാശാലകൾ കൊണ്ടുവരുമെന്ന് പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ നിക്ഷേപം വേണമെന്ന് പറഞ്ഞപ്പോൾ എതിർത്തവർ ഇപ്പോൾ അതിനെ അംഗീകരിക്കുന്നത് പറയാനുള്ള മടി എന്താണ്? എന്തിനാണ് ഈ ജാള്യത? സത്യമായി അംഗീകരിക്കാൻ തയ്യാറാകണ്ടേ? നമ്മുടെ കുട്ടികൾ വിദേശത്ത് പോയി മറ്റ് സർവകലാശാലകളിൽ പഠിക്കാതെ ഇവിടെ പഠിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്നതിൽ എന്ത് തെറ്റാവുള്ളേ? അത് അംഗീകരിക്കാൻ തയ്യാറാകാതെ ഇന്ന് അനാവശ്യമായ വട്ടം കറങ്ങലാണ് ഇപ്പോൾ ഗോവിന്ദൻ മാസ്റ്റർ നടത്തിക്കുക. അതൊന്നും വേണ്ട, ഉള്ള കാര്യം ഉള്ളതുപോലെ പറയണം. ഏതാ അന്വേഷണം നടക്കുന്നുണ്ട്? കൊച്ചിയിലെ ഉൾപ്പെടെ ഓഫീസുകളിൽ പരിശോധന തുടരുകയാണ്. അത് നടക്കട്ടെ, അതിന് സത്യസന്ധമായ കാര്യങ്ങൾ കണ്ടുപിടിക്കട്ടെ, അതിന് വസ്തുതകൾ പുറത്തു വരട്ടെ. മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട അഴിമതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കട്ടെ, അന്വേഷിച്ച് വസ്തുതകൾ പുറത്തു കൊണ്ടുവരട്ടെ. അതാണ് ഞങ്ങൾക്കും പറയാനുള്ളത് ആ കാര്യത്തിൽ. അപ്പോൾ ബഡ്ജറ്റിലൂടെ പ്രഖ്യാപിച്ച കാര്യങ്ങൾ എല്ലാവരും കണ്ടതാണ്. സ്വകാര്യ മേഖലയിലേക്ക് കൂടുതൽ പ്രാധാന്യം, സ്വകാര്യ മേഖലയിലെ വിദ്യാഭ്യാസ രംഗത്ത് കൂടുതൽ മൂലധന നിക്ഷേപം, സ്വകാര്യ സർവകലാശാലകൾ, വിദേശ സർവകലാശാലകൾ വരുന്നു. അപ്പം ഇതെല്ലാം ബഡ്ജറ്റിൽ പറഞ്ഞിട്ട് നയമാറ്റമല്ല എന്ന് പറഞ്ഞത് ആരെ കബളിപ്പിക്കാനാണ്? മറ്റൊരു കാര്യം കൂടി, ഈ വിദേശ സർവകലാശാല കാര്യം ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനോട് കൂടിയാലോചന നടത്താത്തതാണ് എന്നൊക്കെയുള്ള ഒരു വിവാദം. അത് മന്ത്രി പറയട്ടെ. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുമായി കൂടിയാലോചന നടത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് മന്ത്രിയാണ് പറയേണ്ടത്. മന്ത്രി അത് പറയുന്നില്ലല്ലോ. മന്ത്രി അതിന് നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് വിഷമം ഉണ്ടാകേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ച് ഉഴപ്പി വിടുകയാണ്. വസ്തുതാപരമായി കാര്യങ്ങൾ വിശദീകരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണം. ഞങ്ങൾ നിയമസഭയിൽ ഈ കാര്യം തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടുന്ന കാര്യമാണ്, ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യമാണ്. CPM-ന്റെ കേന്ദ്രവിരുദ്ധ സമരം തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ്. ഇവിടെ ധനകാര്യ മാനേജ്മെന്റിൽ ഗവൺമെന്റ് ചെലുത്തിയ വൻ പരാജയം, അതാണ് ഇന്നിവിടുത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം. കേന്ദ്രത്തിന്റെ സഹായം കിട്ടണമെന്നുള്ളത് ഒരു കാര്യം മാത്രമാണ്. അതോടൊപ്പം തന്നെ സംസ്ഥാന ഗവൺമെന്റ് ധൂർത്ത്, അഴിമതി, നികുതി പിരിവില്ലായ്മ, ധനകാര്യ മാനേജ്മെന്റിലെ തകരാറ്, ഇതെല്ലാമാണ് കേരളത്തിന്റെ സാമ്പത്തിക രംഗത്തെ തകർച്ചയ്ക്കുള്ള കാരണം. കിഫ്ബി പണം എടുക്കരുതെന്ന് ഞങ്ങൾ പറഞ്ഞതാണ്. പെൻഷൻ ഫണ്ടിൽ കടമെടുക്കരുതെന്ന് ഞങ്ങൾ പറഞ്ഞതാണ്. മസാല ബോണ്ടിൽ നിങ്ങൾ പണം എടുക്കരുതെന്ന് ഞങ്ങൾ പറഞ്ഞതാണ്. അതൊന്നും കേൾക്കാതെ അനാവശ്യമായി കടമെടുക്കുകയും മസാല ബോണ്ടിറക്കുകയും ധനകാര്യ മാനേജ്മെന്റിലുണ്ടായ പിഴവുമാണ് കേരളത്തിന് സാമ്പത്തിക തകർച്ചയ്ക്കുള്ള കാരണം. അത് മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് കേന്ദ്രത്തിൽ പോയി സമരം ചെയ്യുന്നത്. ഇത്രയും നാളായി സമരം ചെയ്യേണ്ടായിരുന്നല്ലോ. അപ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പടിവാതിക്കലെത്തുമ്പോഴാണ് കേന്ദ്രവിരുദ്ധ സമരം ആരംഭിക്കുന്നത്. അതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല എന്നുള്ളതാണ് സത്യം. കേന്ദ്രം തരാനുള്ള കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഞങ്ങളുടെ MP-മാർ പാർലമെന്റിൽ ശക്തമായി വാദിക്കുന്നുമുണ്ട്. അത് ഞങ്ങൾ തുടരുകയും ചെയ്യും. മറ്റൊരു കാര്യം, ഈ നവകേരളത്തിന് ശേഷം ഇപ്പോൾ ഒരു സംവാദ പരിപാടി തുടങ്ങിയിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ. പക്ഷേ പണം നൽകാൻ വകുപ്പുകൾക്കൊന്നും പണം നൽകാനില്ല എന്നാണ് പറയുന്നത്. വീണ്ടും നവകേരള സദസ്സ് പരാജയപ്പെട്ടു പോയതുകൊണ്ടാണ് പുതിയൊരു തെരഞ്ഞെടുപ്പിന് വേണ്ടി സംവാദവുമായി ഇറങ്ങിയിരിക്കുന്നത്. ആര് സമ്മതിക്കാനാണ്? എന്തിനാണ് ഈ മുഖ്യമന്ത്രിയുമായിട്ട് സമ്മതിക്കുന്നത്? 5 പൈസ പോക്കറ്റില്ലാതെ ഒരു പദ്ധതി നടപ്പാക്കാൻ കഴിയാത്ത ഈ ഗവൺമെന്റുമായി മുഖ്യമന്ത്രിയുമായിട്ട് ആരാണ് സമ്മതിക്കാൻ പോകുന്നത്? ആരും സമ്മതിക്കാൻ പോവില്ല. പിന്നെ CPM-ന്റെ ആളുകൾ പഴയതുപോലെ വന്ന് അതിനകത്ത് ഇരിക്കുമെന്നുള്ളതല്ലാതെ മറ്റാരും ഇതിൽ പങ്കെടുക്കാൻ പോകുന്നില്ല. ഇതും നവകേരള സദസ്സ് പോലെ ഒരു വൻ പരാജയമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമാണ്.